friends, welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Epson പുതുതായിട്ട് ലോഞ്ച് ചെയ്ത പാസ്ബുക്ക് മെഷീനായ PLQ30 എന്ന പ്രിന്ററിന്റെ അൺബോക്സിംഗ് വീഡിയോ ആണ്. ചെറിയൊരു അൺബോക്സിംഗ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നു. കൂടെയുള്ള ബെൽ ബട്ടൺ നിൽക്കുകയാണെങ്കിൽ എന്റെ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഫോണിൽ ലഭിക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സാകും ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് ഇന്ന് PLQ30 അൺബോക്സിങ് വീഡിയോ ആണ് വരുന്നത്. അപ്പം ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതിൻ്റെ അകത്താണ് പ്രിൻ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രിൻ്റർ ഒന്ന് ഓപ്പൺ ചെയ്യാം, ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഈ മുകൾ ഭാഗമാണ് ആദ്യം ഓപ്പൺ ചെയ്യേണ്ടത്, താഴെ ഒരിക്കലും ഓപ്പൺ ചെയ്യരുത് കേട്ടോ, കാരണം അതിൻ്റെ പാക്കിംഗ് അങ്ങനെയാണ് വരുന്നത്. അപ്പം നമ്മൾ മേൽഭാഗം ജസ്റ്റ് ഒന്ന് ടാപ്പ് കട്ട് ചെയ്യുന്ന രീതിയിലൊന്ന് ഓപ്പൺ ചെയ്യുക, വരക്കാം, കട്ട് ചെയ്യാം. ഓക്കെ, സോ എന്നിട്ട് ജസ്റ്റ് ബോക്സ് ഓപ്പൺ ആക്കുന്നു. മുകളിൽ കാണുന്നത് അതിൻ്റെ ജസ്റ്റ് അതിൻ്റെ ഒരു എയിംസിൻ്റെ ഒരു കൊട്ടേഷൻ ബുക്കാണ്, വലിയ ആവശ്യമില്ല. അതിൻ്റെ ഡ്രൈവർ സീഡ് അതിൻ്റെ കൂടെ ഉണ്ടാവും, ഉണ്ടല്ലേ, ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇത് വന്നിട്ട് കാട്രിഡ്ജാണ്. ഓക്കെ, റിബൺ കാട്രിഡ്ജാണ് ഇതിന് വരുന്നത്. അതൊന്ന് സൈഡിലേക്ക് വെച്ചു. പിന്നീടുള്ളത് പവർ കോഡ്. ഒരു മിനിറ്റ്, ഇതാ ഇതിൻ്റെ സൈഡിൽ അതിൻ്റെ യൂസർ മാനുവൽ, യൂസർ ഗൈഡാണുള്ളത്. അതിൻ്റെ സി ഡി ഉണ്ട്, യൂസർ ഗൈഡിൻ്റെ സി ഡിയും വരുന്നുണ്ട് കൂടെ. ഓക്കെ, ഇവിടെ വന്ന് പിന്നെ ഇത് USB കേബിള്, കമ്പ്യൂട്ടറും പ്രിൻ്ററും തമ്മിൽ കണക്ട് ചെയ്യാനുള്ള USB കേബിള്. ഓക്കെ, ഇത് വന്നിട്ട് പവർ കോഡ്, പവർ വേണ്ടിയിട്ട് പ്ലഗ് പോർട്ടിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കേബിളാണത്. നമുക്ക് ഈ തെർമോകോളുകളൊന്ന് ഒഴിവാക്കാം. എന്നിട്ട് പ്രിൻ്റർ ഈ ബോക്സിൽ നിന്ന് നമുക്ക് എടുക്കാം, മാറ്റി, അല്ലെങ്കിൽ ബോക്സ് ഒഴിവാക്കാതെ, നമുക്ക് ഇനി ബോക്സിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ബോക്സിൽ നിന്ന് ഒഴിവാക്കിയ കവർ ഒഴിവാക്കി. ഈ ബ്ലൂ ടാപ്പ് അന്ന് പറിക്കണം, അത് പറിച്ചു, റിമൂവ് ചെയ്തു. ഇനി അതേപോലെ ഇപ്പോൾ ഒന്നും കണ്ടാവുന്നില്ല, പക്ഷേ ഇതിൻ്റെ ഉള്ളിലും 2 ടാപ്പ് വരുന്നുണ്ട്. അപ്പോൾ അത് റിമൂവ് ചെയ്യണം, കണ്ടില്ലേ, അത് റിമൂവ് ചെയ്തു. കൂടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അത് റിമൂവ്, അതിൻ്റെ താഴെ കണ്ടില്ലേ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഉണ്ടല്ലേ, കണ്ട, അത് റിമൂവ് ചെയ്യണം. ഇല്ലെങ്കിൽ പ്രിൻ്റർ ഓൺ ആയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു എറർ ലൈറ്റ്, എല്ലാ എറർ ലൈറ്റും കത്തിയോണ്ട് പ്രിൻ്റർ എറർ എന്നുള്ള മെസ്സേജ് ആയിരിക്കും വരിക. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അതാരും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ എല്ലാ ടാപ്പുകളും എല്ലാം ഒഴിവാക്കാനുള്ളതൊക്കെ ഒഴിവാക്കി നമ്മൾ. ഇത്രയാണ് ഇതിൻ്റെ അൺബോക്സിങ്. പിന്നെ കേട്ടിട്ട് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ നമ്പർ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി, ഞാൻ ഇതിന് സപ്പോർട്ട് തരുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ.